ഇതിനെ ആസ്വദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും ഉയർപ്പിൻ്റെയും പ്രതീകമായ മാമോദിസായുടെ പരികരണത്തിനായി ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നാമത്തിലെ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രന് ഞങ്ങളുടെ കർത്താവ് രക്ഷകനുമായ ഈശോ മിശിഹായുടെ പൂർത്തീകരിക്കപ്പെട്ട മാമോദിസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സ്വർഗഭാഗ്യവും അവിടുത്തെ പൗരം ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാമോദിസ അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കാരാക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രവർത്തനയും സമർപ്പിക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കെവിൻ ക്രിസ് ജോസഫ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോബിൻ ക്രിസ് ജോസഫ് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കെവിൻ ക്രിസ് ജോസഫ് മാമോദിസ മുക്കപ്പെടുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോബിൻ ക്രിസ് ജോസഫ് വിശുദ്ധ മാമോദിസ മുക്കപ്പെടുന്നു. ആമേൻ. നിഷ്കളങ്കമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ